എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുട്ടി മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ കോലമാണ്. ഒന്നും ബ്രഷൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതായത് പല്ല് പോലും തേച്ചിട്ടില്ല. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തിട്ട് കാണുക കേട്ടോ വീഡിയോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് തലയിൽ ഇച്ചിരി എണ്ണ തേക്കാമെന്ന് വിചാരിച്ചു. മുടിയിൽ എണ്ണ തേച്ചിട്ട് കുറേ ദിവസമായി. അതുകൊണ്ട് തന്നെ താരനങ്ങ് എന്താ പറയുക, നിറഞ്ഞിരിക്കുക, മുടിയിൽ നിറയെ. എനിക്ക് ഓൾറെഡി ഉള്ള സംഭവമാണിത്. ഇപ്പം അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ നിറഞ്ഞിരിക്കും കേട്ടോ. തലയങ്ങ് ചൊറിഞ്ഞ് എനിക്ക് പ്രാന്തളവും ഇങ്ങനെ താരം കയറി ഇരിക്കുമ്പോഴത്തേനും ചൊറിച്ചിൽ, ഭയങ്കര ചൊറിച്ചിലാണ്. അങ്ങനെ തല നിറയെ അങ്ങോട്ട് എണ്ണ വാരി പൊത്തി നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്തു. പിന്നെ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ ആയിട്ട് കുറച്ച് എണ്ണ അങ്ങ് വാരി തേച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പം ഇത്തിരി മഞ്ഞും സംഭവമൊക്കെ ആയതുകൊണ്ട് തന്നെ പൊരിഞ്ഞിളകുന്നുണ്ട് കേട്ടോ. ദേഹം അങ്ങ് ഒരുമാതിരിയാവുന്നു. അപ്പോൾ അതുകൊണ്ട് എണ്ണ തേച്ചൊരു കുളിയാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സംഭവം ഓർത്തത്. ഞാൻ പല്ല് തേച്ചില്ല. കുളിക്കുന്നതിന് മുമ്പാണ് പല്ല് തേക്കേണ്ടത്. നിങ്ങൾ ആരെങ്കിലും കുളിച്ച് കഴിഞ്ഞിട്ട് പല്ല് തേക്കാറുണ്ടോ? ഞാൻ അങ്ങനെ കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കുളിക്കുവാണെന്നുണ്ടെങ്കിൽ നേരെ പോയാൽ കുളിക്കും. പല്ല് തേക്കാൻ മറന്നു പോവും. അതെന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. രാവിലെ പല്ല് തേച്ചിട്ട് കയറണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്നില്ല. അപ്പം നീലൂട്ടൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് നിൽക്കുക കേട്ടോ. അമ്മ കുളിപ്പിച്ചു അവനെ. കുളിപ്പിച്ചിട്ട് അവന് കഴിക്കാനും കൊടുത്തു. അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രാവിലെ തന്നെ ഇനി കാപ്പി കുടിക്കണം. ഇന്നത്തെ കാര്യമെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ഒരു ചെറിയ യാത്ര പോകണം കേട്ടോ. യാത്രയെന്ന് പറഞ്ഞാൽ വലിയ യാത്രയൊന്നുമല്ല. അശ്വതി വരുന്നുണ്ട്, പിന്നെ രേഖ വരുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. രാവിലെ കാപ്പിയോടെയൊക്കെ കഴിഞ്ഞാട്ടോ. കാപ്പിക്ക് രാവിലെ ഉപ്പുമാവായിരുന്നു. ഉപ്പുമാവും പപ്പടവും അമ്മ എടുത്തു. പക്ഷേ ഞാൻ പപ്പടം എടുത്തില്ല. ഞാൻ എടുത്തത് പഞ്ചാരയാണ്. എനിക്ക് ഉപ്പുമാവിൻ്റെ കൂടെ പപ്പടം പറ്റത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കറി വേണം. ഉണ്ടോ എൻ്റെ മൂക്കിലൊരു കുരു പൊട്ടിപ്പോയി, അയ്യോ. അപ്പോൾ ഇനി കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ട്. തുണി കഴുകിയിട്ടിട്ട് അടൂർ വരെ പോകണം. അപ്പം ആ പോകുന്ന വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് കുഞ്ഞു വീഡിയോ എടുക്കത്തുള്ളൂ. നമ്മുടെ ചാമ്പയ്ക്ക പഴുക്കുന്നുണ്ട് കേട്ടോ, കാണിച്ചു തരാം. പക്ഷെ ഫുൾ അയ്യോ ഇപ്പോൾ വീണേനെ ഉറുമ്പ കണ്ട പഴുത്ത് വരുന്നു. ഇവിടെയും ഉണ്ട് ഒരെണ്ണം. ഇത് പഴുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ തുണി കഴുകട്ടെ. തുണി കഴുകിയിട്ടിട്ട് അപ്പോഴത്തേനും സമയമാവുമായിരിക്കും. അപ്പോഴത്തേനും അച്ചുമ്മ വരും. അച്ചുമ്മ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവൾ ഹെൽമെറ്റ് കിട്ടുവാണെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ്. ഹെൽമെറ്റ് കിട്ടുവാണെങ്കിൽ വണ്ടിയിലങ്ങ് പോകാമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ പഴയകുളത്ത് വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ബസ്സിന് പോകാനാണ് ഇഷ്ടം കേട്ടോ. പിന്നെ അങ്ങനെ അവൾ വണ്ടിയിൽ പോകാമെന്ന് പറയുവാണെങ്കിൽ അങ്ങ് വണ്ടിയിൽ പോവാം. പിന്നെ എന്താണ്, അപ്പോൾ ഞാൻ തുണി കഴിവട്ടെ. ഇനി കാര്യം പറഞ്ഞുകൊണ്ടങ്ങ് നിൽക്കും ഞാൻ. അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം, ഇവിടെ വന്നിട്ട് തന്നെ എൻ്റെ വീട്ടിലെത്തിയിട്ട് തന്നെ 3 ആഴ്ചയായി കേട്ടോ. ഈ 3 ആഴ്ചയിൽ ഒരിക്കൽ പോലും ഞങ്ങൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് കഴുകിയിട്ടില്ല കേട്ടോ. 3 ബെഡ്ഷീറ്റുണ്ട്. ഒന്ന് വിരിക്കാൻ, ഒന്ന് എനിക്ക് പുതയ്ക്കാൻ, ഒന്ന് നീലൂട്ടന് പുതയ്ക്കാനായിട്ടൊരു ചെറിയ ബെഡ്ഷീറ്റ്. ഇത് 3 ബെഡ്ഷീറ്റുണ്ട്. ഇതുവരെ ഇത് നനച്ചിട്ടില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, മടി, വേറെ ഒന്നും കൊണ്ടല്ല, നല്ല മടിയുണ്ട്. മടിച്ചങ്ങ് കിടക്കും. നാളെ കഴുകാം. പിന്നെ ഇന്ന് വിചാരിച്ചു ഇന്നങ്ങ് നനച്ചിടാമെന്ന്. അങ്ങനെ ബെഡ്ഷീറ്റാണ് കേട്ടോ കൂടുതലുള്ളത്. പിന്നെ ഞാൻ കുളിച്ചപ്പോൾ മാറിയ തുണി, പിന്നെ നീലൂട്ടൻ്റെ കുറച്ച് തുണികളുണ്ടായിരുന്നു, അതുകൂടി അങ്ങ് നനച്ചിടാമെന്ന് വിചാരിച്ചു. ഇന്ന് നല്ല വെയിലുള്ള ദിവസം കേട്ടോ. രാവിലെയൊക്കെ മഞ്ഞും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പകൽ വെയിലാണ്. അപ്പം തുണി നനച്ചിടുമ്പോഴത്തേനും സമയമാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. ഇപ്പോൾ ഒരു 10 മണിയായിട്ടേ ഉള്ളൂ. 11:30 ആവുമ്പോഴത്തേനും അച്ചുമ്മ വരാമെന്ന് പറഞ്ഞു വണ്ടിയും കൊണ്ട്. അപ്പോൾ അപ്പോഴത്തേനും റെഡി ആയാൽ മതി. ഞാൻ അമ്മയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരുങ്ങാൻ കയറുന്നതിന് മുമ്പ് നീലൂട്ടനെയും കൊണ്ട് രതിചേച്ചിയുടെ വീട്ടിലോട്ടല്ല, എവിടോട്ടെങ്കിലും ഒന്ന് പോകാനായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു എന്നാൽ രതിചേച്ചിയുടെ വീട്ടിലോട്ടൊന്ന് പോകാമെന്ന്. അപ്പം അവനെ കൊണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്തിന് വേണം എനിക്ക് ഒരുങ്ങി ഇറങ്ങാനായിട്ട്. അത് വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അവൻ പോയിട്ട് വേണം എനിക്ക് ഒരുങ്ങാൻ തന്നെ. അതുകൊണ്ട് നല്ല പാടായിരുന്നു കേട്ടോ.
അവനെയും കൊണ്ട് പോയപ്പോൾ തന്നെ ഒരു 11:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കയറി പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി റെഡിയായിട്ട് ഇറങ്ങി. അപ്പം ബെഡ്ഷീറ്റും എല്ലാം കഴുകി വിരിച്ചിട്ട് പിന്നെ ബാക്കി തുണികളെല്ലാം ബാക്കിലൊക്കെ ആയിട്ട് വിരിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെയിലുള്ളിടം നോക്കി വിരിക്കണം കേട്ടോ. ഈ റബ്ബറും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വെയിൽ താഴോട്ട് കിട്ടത്തില്ല. നമ്മുടെ കട്ടിയുള്ള തുണികളൊക്കെ മരത്തിൻ്റെ കീഴിലിട്ടാൽ അങ്ങനെ ഉണങ്ങത്തില്ലല്ലോ. പിന്നെ നല്ല വെയിൽ കിട്ടുന്നിടത്ത് വേണം. അപ്പോൾ അതൊക്കെ നോക്കി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയിട്ടൊക്കെ വേണം തുണി വിരിക്കാനായിട്ടൊക്കെ. അതൊക്കെ ഇത്തിരി പാടുള്ള സമയമെടുത്ത് ചെയ്യേണ്ട കാര്യം. എനിക്കാണെങ്കിൽ സമയമെടുത്ത് ചെയ്യാനായിട്ട് ചില സമയം മടിയായിരിക്കും. പക്ഷേ ചെയ്തു തുടങ്ങിയാൽ എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കരുത്. എനിക്ക് സമയമെടുത്ത് സമാധാനത്തിൽ ചെയ്യണം കേട്ടോ. ഞാൻ അങ്ങനെ ഒരു എന്താ ഇപ്പോൾ അങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനിനി. ഞാൻ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. തുണിയെല്ലാം നനച്ചിട്ട് നീലുട്ടനെയും കൊണ്ട് അമ്മ അപ്പുറത്തെ രതിചേച്ചിയുടെ വീട്ടിലോട്ട് പോയേക്കും കേട്ടോ. അവനെ ഞാൻ കൊണ്ടുപോകുന്നില്ല. അവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല, അവൻ അടങ്ങി നിൽക്കത്തില്ല. അതുകൊണ്ട് വിചാരിച്ച് അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അമ്മ അപ്പുറത്തോട്ടെങ്ങാണോ അവനെ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അതുകൊണ്ട് അമ്മ അവനെയും കൊണ്ട് രതിചേച്ചിയുടെ അവിടോട്ട് പോയി. ഞാൻ റെഡി ആയിട്ടിരിക്കുന്നു. അശ്വതി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അടൂർ വരെ ഒന്ന് പോവുക, 3 പേരും ഒരുമിച്ചൊന്ന് കാണുക, കാര്യം പറയുക, തിരിച്ചിങ്ങ് പോരുക, അത്രേ ഉള്ളൂ. സംഭവം അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഞാൻ വീഡിയോസ് എടുക്കുന്നില്ല, ലോങ് വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല. പറ്റുന്നത്രയും ഷോർട്ട് വീഡിയോസ് ഇടയ്ക്ക് ഷോർട്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതൊരു ഷോർട്ട് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുട്ടി മോർണിംഗ് വ്ളോഗായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒരു തള്ളപ്പട്ടി ഇങ്ങനെ കുറഞ്ഞ് കിടക്കുക. അപ്പോൾ ബൈ. അവളിപ്പോൾ വരും, അവൾ ഇറങ്ങാറായി എന്ന് പറഞ്ഞു. അശ്വതി വരുമ്പം ഞാൻ പോകും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.